ഞാൻ പറഞ്ഞല്ലോ, കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ നിർണായകമാണ്. അത് തീർച്ചയായിട്ടും ഭരണം അവിടെ ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടല്ലോ. അതിനർത്ഥം യു ഡി എഫിലേക്ക് പോകുന്നതാണോ? യു ഡി എഫിന് ഞങ്ങൾക്ക് ഇവിടെ ഭരണം കിട്ടുമെങ്കിൽ പിന്നെ എന്തിനാ യു ഡി എഫിലേക്ക് പോകും? ഇത്തവണ അപ്പം കൂടുതൽ സീറ്റുകളൊക്കെ ചോദിക്കുമോ? അതെ, അപ്പോൾ കൂടുതൽ സീറ്റുകൾ എങ്ങനെയാണ്, എന്ത് വേണമെന്നൊക്കെ ഉള്ളത് ഞങ്ങൾ ഈ നാളത്തെ ചർച്ച ചെയ്യൂലോ, അതിനകത്ത് ഞങ്ങൾ ആലോചിക്കും. ഈ രണ്ട് JB കോശി കമ്മീഷനിലും ഭിന്നശേഷി നിയമനത്തിലും ഒക്കെ തൃപ്തരാണോ? സർക്കാർ ഇടപെടലിൽ തൃപ്തരാണോ? JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലും അല്ല, ആ റിപ്പോർട്ട് ഈ പറഞ്ഞ റിപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ ഒരു സംവിധാനമൊന്നും വന്നില്ലല്ലോ. ഇടതുപക്ഷമായിട്ടല്ല പല കാര്യങ്ങളും EWS 10% സംവരണത്തിൻ്റെ കാര്യത്തിൽ, വന്യമൃഗത്തിൻ്റെ ആ ഭേദഗതി ബില്ല് കേന്ദ്രത്തിൻ്റെതാണ്. പക്ഷേ നമുക്കത് എടുക്കാൻ കഴിഞ്ഞു, പട്ടയവുമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ മുൻപുമായ വിഷയത്തിൽ ഇടപെടുവാൻ കഴിഞ്ഞു. ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങൾ അത് വേണ്ടതാണ്. അതിനകത്തുള്ള റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. UDF ഉണ്ടായിരുന്ന സമയത്ത് താങ്കൾക്ക് രാജ്യസഭാ സീറ്റ് തരുന്ന കാര്യത്തിലടക്കം സോണിയാഗാന്ധി അനുകൂലമായുള്ള നിലപാട് എടുത്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരാൾ താങ്കളെ കാണണമെന്ന് ഇപ്പോൾ പറഞ്ഞാൽ പോയി കാണും. അങ്ങനെ ഒരാൾ എന്തിനാ ഈ പറയുന്നത് ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഈ പറഞ്ഞ ദേശീയ തലത്തിലുള്ള ഒരു വിഷയമാണ് കാണും. ദേശീയ തലത്തിൽ ഉള്ള ഒരു വിഷയം ഇപ്പോൾ SIRൻ്റെ വിഷയമാണ്. അവിടെ കാണുന്നത് ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലുള്ളതാണ്, കാണേണ്ടതാണ്, കാണും. ഡിപ്പെൻസ് അപ്പോൺ ദി സബ്ജക്ട്. ഈ പറഞ്ഞ നിലപാടുകളിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ലല്ലോ അല്ലേ കേരള കോൺഗ്രസ്? പലപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. സ്വാഭാവികമായിട്ട് ഇതിനിടയ്ക്ക് ഇങ്ങനൊരു ചർച്ച ഉണ്ടാകത്തില്ല. നിങ്ങളെ ചർച്ച ഉണ്ടാക്കിയാൽ ചർച്ചയാവും, നിങ്ങൾ ചർച്ച ഉണ്ടാക്കിയാൽ ചർച്ചയാവൂല. മാധ്യമയുടെ കയ്യിലല്ല ഇരിക്കുന്നത്. അതെ, അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. അല്ല, അത് മാധ്യമങ്ങൾ പറഞ്ഞു ഞാൻ ഇവിടെ മത്സരിക്കണം. ഞങ്ങൾ പാലായും പറഞ്ഞു കൊടുത്തായിരുന്നു. കുഞ്ഞാലിക്കുട്ടിയെ പോയി കാണുകയൊക്കെ ചെയ്തല്ലോ. അല്ല, അവരുടെ ഘടകകക്ഷിയല്ലേ, ഇപ്പോൾ കാണുന്നതിന് കുഴപ്പം. നിലവിലുള്ള MLA എല്ലാവർക്കും മത്സരിക്കും. നിലവിലുള്ള MLA-മാരും കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സ്ഥാനാർത്ഥികളും ആര് മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കും. പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ ഇനി വീണ്ടും സംശയമായിട്ട് അത് ചോദിച്ചില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാതിരുന്നാൽ മതി, ഒരു കുഴപ്പമില്ല. ഇന്ന് രാവിലെയും സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ട് താനും, കോട്ടയത്തുണ്ട് താനും. ഞങ്ങൾ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പുള്ളി സംസാരിക്കുന്ന മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ്. കൂടെ വേണം. ഏതെങ്കിലും കാര്യത്തിൽ കമൻറ്റുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചിട്ട് തന്നെയാണ്.